മലപ്പുറം പാണ്ടിക്കാട് ചെമ്പ്രശ്ശേരിയിൽ ഉത്സവത്തിനിടെ യുവാവിന് വെടിയേറ്റു. ചെമ്പ്രശ്ശേരി സ്വദേശി ലുക്മാന് കഴുത്തിന് പരിക്കേറ്റു. ഉത്സവത്തിനിടെ സംഘർഷമുണ്ടായതോടെ വെടിയുതിർക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ലുക്മാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. പെപ്പർ സ്പ്രേയും എയർ ഗണ്ണും അടക്കം ഉപയോഗിച്ചായിരുന്നു ആക്രമണം. വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന് ശാന്തകുമാർ വെള്ളാലത്ത് ചേരുന്നു. ശാന്തകുമാർ, യുവാവിന് വെടിയേറ്റിരിക്കുന്നു. ആരാണ് വെടിവെച്ചിരിക്കുന്നത്? പ്രതി പിടിയിലായിട്ടുണ്ടോ? ഉത്സവത്തിനിടെയുണ്ടായ തർക്കമാണ് അത്. ഒരാഴ്ച മുമ്പ് ഈ പാണ്ടിക്കാട് പ്രദേശ ചെമ്പ്രശ്ശേരിയിൽ ഒരു ഉത്സവം നടന്നു. ആ ഉത്സവത്തിന് ചേരി തിരിഞ്ഞുള്ള ഒരു സംഘർഷമുണ്ടായി. ആ സംഘർഷത്തിന്റെ ബാക്കിയാണ് ഇന്നലെ മറ്റൊരു ഉത്സവത്തിനിടെ ഉണ്ടായിട്ടുള്ളത്. അതാണ് ഈ വെടിവെപ്പിലേക്ക് എത്തിയിരിക്കുന്നത്. എയർ ഗൺ ഉപയോഗിച്ചാണ് വെടിവെച്ചിരിക്കുന്നത്. ഈ ചെമ്പ്രശ്ശേരി സ്വദേശി ലുക്മാന് കഴുത്തിന് വെടിയേറ്റിട്ടുണ്ട്. അദ്ദേഹത്തെ ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കാണ് ഇന്നലെ രാത്രി തന്നെ മാറ്റിയിരിക്കുന്നത്. ഗുരുതരമാണെന്ന് തന്നെയാണ് നിലവിൽ ആശുപത്രി വൃത്തങ്ങളും സൂചിപ്പിക്കുന്നത്. എന്തായാലും അതുപോലെ തന്നെ സംഘടിതമായി പെപ്പർ സ്പ്രേ, അതുപോലെ തന്നെ ഇരുമ്പുവടി, ഇവയെല്ലാം ഉപയോഗിച്ചുകൊണ്ട് തന്നെയുള്ള ഒരു അക്രമമാണ് നടന്നതെന്ന് തന്നെയാണ് പോലീസും പറയുന്നത്. ഇവരെ കണ്ടാലറിയാവുന്ന 20ലധികം പേർക്കെതിരെ പോലീസ് കേസ് രജിച്ചിട്ടുണ്ട്. പക്ഷെ ആരെയും ഇതുവരെ പിടികൂടാൻ പോലീസിന് ആയിട്ടില്ല. പോലീസ് ഇക്കാര്യത്തിൽ പ്രതികളെ അന്വേഷിക്കുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. എന്തായാലും പ്രദേശത്തെ ഇപ്പോൾ സംഘർഷാവസ്ഥയില്ല. അത് ഒരു പരിഹാരത്തിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് പോലീസും പറയുന്നത്. ലക്ഷ്മി, മലപ്പുറം പാണ്ടിക്കാട് ചെമ്പ്രശ്ശേരിയിലാണ് ഉത്സവത്തിനിടെ യുവാവിന് വെടിയേറ്റിരിക്കുന്നത്. ചെമ്പ്രശ്ശേരി സ്വദേശി ലുക്മാന് കഴുത്തിന് പരിക്കേറ്റിട്ടുണ്ട്. ഉത്സവത്തിനിടെ സംഘർഷമുണ്ടായതോടെയാണ് എയർ ഗൺ ഉപയോഗിച്ചുള്ള ഈ വെടിവെപ്പ് നടന്നിരിക്കുന്നത്. ശാന്തകുമാർ വെള്ളാലത്താണ് വിവരങ്ങൾ പങ്കുവച്ചത്.